സംസ്ഥാനം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. 4 ദിവസങ്ങളിലായി കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നടക്കുന്ന സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ അന്തർദേശീയ കായിക താരങ്ങളും സാങ്കേതിക വിദഗ്ധരും ഭാഗമാകും. കായികത്തിലൂടെ കേരളത്തിന്റെ സമ്പദ്ഘടന വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് ഉത്സവാന്തരീക്ഷത്തിൽ തുടക്കം. വിപുലമായ രീതിയിലാണ് പ്രഥമ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്ത് തന്നെ ആദ്യമായി സമ്പൂർണ്ണ കായിക നയം രൂപീകരിച്ച സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കായിക മേഖലയിലുള്ള സമീപനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തരത്തിലാണ് കായിക നയം വിഭാവന ചെയ്തിട്ടുള്ളത്. 13 വേദികളിലായി 105 ദേശീയ അന്തർദേശീയ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും കോൺഫറൻസുകളും നടക്കും. കായിക വ്യവസായം, കായിക വിനോദസഞ്ചാരം, കായിക മേഖലയിലെ നിർമ്മിത ബുദ്ധി, കായിക ആരോഗ്യം, ഇൻവെസ്റ്റർ കോൺക്ലേവ്, മറ്റ് സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവയിലൂടെയാകും ചർച്ചകൾ പുരോഗമിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കായിക ആസ്വാദകരുടെ പട്ടികയിലാണ് മലയാളികളുടെ സ്ഥാനം. കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൻ്റെ കാലത്ത് സംഘാടകരായ ഖത്തറും ലോക ജേതാക്കളായ അർജന്റീനയും ആരാധക പിന്തുണക്ക് കേരളത്തോട് നന്ദി പറഞ്ഞ കാര്യവും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ, മിന്നു മണി, അത്ലറ്റ് അശ്വിനി നാച്ചപ്പ, ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ, ബൈച്ചിങ് ബൂട്ടിയ, CK വിനീത്, രഞ്ജിത്ത് മഹേശ്വരി തുടങ്ങിയ പ്രമുഖ നിരയാണ് ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. സംസ്ഥാനത്തെ കായിക മേഖലയ്ക്കുള്ള പുതിയ പ്രഖ്യാപനങ്ങളും ധാരണാപത്രങ്ങളുടെ ഒപ്പുവയ്ക്കലും നടക്കും. എക്സിബിഷനുകൾ, സ്പോർട്സ് പ്രമേയമാകുന്ന സിനിമകളുടെ പ്രദർശനം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. സംസ്ഥാനത്തെ 500ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ മൈക്രോ സമ്മിറ്റുകൾ പൂർത്തിയായി. പലയിടത്തും ഡിജിറ്റൽ മേളകളും നടക്കുന്നു. സംസ്ഥാനത്തെ കായിക രംഗത്തിന് ഈ സമ്മിറ്റ് പുത്തൻ ഉണർവേകുമെന്നാണ് കായിക പ്രേമികളുടെ പ്രതീക്ഷ. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.